ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. യിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അബുദാബി പോലീസ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കിംവദന്തികൾക്കെതിരെ മുന്നറിയിപ്പുമായി രംഗത്ത്. അൽ ഐരിലെ സഖീർ ഏരിയയിലെ നഹ്യാൻ അൽ അവൽ സ്ട്രീറ്റിലെ വേഗപരിധിയിൽ മാറ്റം വരുത്തിയെന്ന വാർത്ത വ്യാജമാണെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നിലവിലെ വേഗതാപരിധി മണിക്കൂറിൽ 100 കിലോമീറ്റർ ആണെന്നും ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെയും ഡ്രൈവർമാർ ടോൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനെതിരെയും പോലീസ് മുന്നറിയിപ്പ് നൽകി. രക്ഷിതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന മയക്കുമരുന്ന് ഭീഷണികളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. ഗർഭസ്ഥ ശിശു മരണപ്പെട്ട സംഭവത്തിൽ ദുബൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കോടതി പിഴ വിധിച്ചു. 2 ഡോക്ടർമാർക്കും 2 നഴ്സുമാരും ചേർന്ന് 2 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉത്തരവ്. ഡോക്ടർമാരുടെ അനാസ്ഥ മൂലമാണ് കുട്ടി മരിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി പിഴ വിധിച്ചത്. ഗർഭകാലത്ത് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കൃത്യമായി നിരീക്ഷിക്കാത്തതിനാലാണ് കുഞ്ഞ് മരിച്ചതെന്നും കോടതി കണ്ടെത്തി. ഇത് ഗുരുതരമായ മെഡിക്കൽ പിഴവാണെന്നും കോടതി പറയുകയുണ്ടായി. കുട്ടി മരിച്ചതിന് പിന്നാലെ ദമ്പതികൾ നൽകിയ കേസിനെ തുടർന്നാണ് വിധി. കുഞ്ഞിനെ നഷ്ടമായതിനെ തുടർന്ന് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നും അതിനാൽ 4,99,000 ദിർഹം നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ദമ്പതികൾ കേസ് നൽകിയത്. സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്കെതിരെ ദുബൈ സിവിൽ കോടതിയാണ് പിഴ വിധിച്ചത്. 2 ഡോക്ടർമാരും 2 നഴ്സുമാരും ചേർന്ന് 2 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം നൽകാനാണ് കോടതി ഉത്തരവിട്ടത്. കേസിന്റെ ചെലവും മറ്റ് ഫീസുകൾക്കും പുറമെയാണിത്.